everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ മെമ്പർഷിപ്പ് ആൻഡ് പൈതൺ ഐഡൻറ്റിറ്റി എന്നുള്ള കൺസെപ്റ്റുകളാണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ പൈതൺ മെമ്പർഷിപ്പ് എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, അതേപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എക്സെട്ര, അങ്ങനെ ഒരുപാട് ടൈപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്ററാണ് ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പൈതണിൻ്റെ ഡാറ്റ സ്ട്രക്ചറിനകത്ത് ഒരു വാല്യൂവിന് മെമ്പർഷിപ്പ് ഉണ്ടോ, അത് വെരിഫൈഡ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആ ഡാറ്റ സ്ട്രക്ചറിനകത്ത് ഉണ്ട് എങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് ട്രൂ വരും. അതല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. The membership of a value inside a Python data structure can be verified using Python membership operators. ഈ Python membership operators യൂസ് ചെയ്തിട്ടാണ് നമ്മളത് വെരിഫൈ ചെയ്യുന്നത്, ഒരു വാല്യൂവിൻ്റെ മെമ്പർഷിപ്പ് ഇതിനകത്തുണ്ടോ എന്നുള്ളത്. The result is true if the value is in the data structure. ആ വാല്യൂ ഡാറ്റ സ്ട്രക്ചറിനകത്തുണ്ടെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ഫാൾസ് ആയിരിക്കും. ഇവിടെ രണ്ട് ഓപ്പറേറ്റേഴ്സാണുള്ളത് നമ്മുടെ മെമ്പർഷിപ്പിനകത്ത്. ഒന്ന് ഇന്നാണ്, ഒന്ന് നോട്ട് ഇന്നാണ്. എന്തായിരിക്കും ഡിഫറൻസ്? ഇന്നിൻ്റെ കേസ് വരുമ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനകത്ത് ഫൗണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇവാലുവേറ്റ് ടു ബി ട്രൂ. അതായത് ഇപ്പോൾ ലിസ്റ്റ് ആവാം, ടപ്പിൾ ആവാം, ഡിക്ഷണറി ആവാം, ഏതായാലും അതിനകത്ത് ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനകത്ത് ഫൗണ്ട് ചെയ്യണം. ഇതിനകത്ത് കനോട്ട് എഴുതിയിട്ട് കേട്ടോ, അത് നിങ്ങൾ തിരുത്തിയാൽ മതി. ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ സെക്കൻഡ് ഓപ്പറൻറ്റ്. ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ട്രൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് നോട്ട് ഇൻ. ഇഫ് ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ സെക്കൻഡ് ഓപ്പറൻറ്റ് ദ ഇവാലുവേഷൻ ഈസ് ട്രൂ. അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനകത്ത് പ്രസൻറ്റ് അല്ല എങ്കിൽ എന്ത് ചെയ്യും? ട്രൂ എന്നാണ് ഇവാലുവേറ്റ് ചെയ്യുക. കാരണം ഇവിടെ നമ്മൾ ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് നോട്ട് ഇന്നാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരരുത്. ഒന്ന് ഇന്നാണ്. ഇന്നാവുമ്പോൾ അതിന് ഒരു ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനകത്ത് ഫൗണ്ട് ചെയ്യണം, അപ്പോഴാണ് ട്രൂ ആവുക. മറ്റേത് നോട്ട് ഇന്നാണ്, ഓൾറെഡി അതിനകത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തില്ല എന്ന് പറയുമ്പോൾ ട്രൂ തന്നെയല്ലേ വരിക. സോ ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനകത്ത് പ്രസൻ്റ് അല്ല എങ്കിൽ ട്രൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. എക്സാമ്പിൾസ് ആയിട്ട് ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി അങ്ങനത്തെയുള്ള ഡാറ്റ സ്ട്രക്ചറിനകത്തൊക്കെ ഈ ഇന്നും നോട്ടിന്നും എന്ന് പറയുന്ന രണ്ട് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത പറയാനുള്ളത് ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. അരിത്മാറ്റിക്, കമ്പാരിസൺ, ലോജിക്കൽ, അസൈൻമെൻറ്റ് എക്സെട്ര. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത പോലെയുള്ള ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ തന്നെയാണ് ഈ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററും മെമ്പർഷിപ്പ് ഓപ്പറേറ്ററും ഒക്കെ. പക്ഷെ നമ്മൾ സാധാരണ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ അത്ര ഫെമിലിയർ അല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും പലർക്കും ഇതൊരു കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുക. ഈ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിനകത്തും രണ്ട് ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് ഈസ്, ഒന്ന് ഈസ് നോട്ട്. If the reference on both sides point to be same object, it determined to be true. അതായത് ഫസ്റ്റ് ഓപ്പറൻ്റ് ഉണ്ട്, സെക്കൻഡ് ഓപ്പറൻ്റ് ഉണ്ട്. രണ്ട് ഓപ്പറൻറ്റിൻ്റെയും റെഫറൻസുകൾ സെയിം ഒബ്ജക്റ്റിലേക്ക് പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഐഡൻറ്റിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു, ട്രൂ ആയിട്ട് റിസൾട്ട് റിട്ടേൺ ചെയ്യും. പിന്നെയുള്ളത് ഈസ് നോട്ടാണ്. ഇഫ് ദ റെഫറൻസ് ഓൺ ബോത്ത് സൈഡ് ഡു നോട്ട് പോയിൻറ്റ് അറ്റ് ദ സെയിം ഒബ്ജക്റ്റ് ഇറ്റ് ഡിറ്റൈൻ ടു ബി ട്രൂ. അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെയും സെക്കൻഡ് ഓപ്പറൻറ്റിൻ്റെയും റെഫറൻസുകൾ സെയിം ഒബ്ജക്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് ട്രൂ ആയിട്ട് ഡിറ്റർമിൻ ചെയ്യും. അപ്പം പലർക്കും കൺഫ്യൂഷൻ എങ്ങനെ, പിന്നെ രണ്ടാണെങ്കിലും ട്രൂ ആയിട്ട് എങ്ങനെ വരിക എന്നുള്ളതാണ് പലരും കൺഫ്യൂഷൻ ആകുന്നത്. ഒരിക്കലും നിങ്ങൾ ആ ഓപ്പറേറ്ററിൻ്റെ പേര് ശ്രദ്ധിക്കണം എന്തായാലും. കാരണം ഒന്ന് ഈസ് നോട്ടാണ്. ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തില്ല, അല്ലെങ്കിൽ പോയിൻ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ട്രൂ എന്നല്ലേ ചെയ്യുക, റിട്ടേൺ ചെയ്യുക. അതെല്ലാം ഫാൾസ് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് ഇൻകറക്റ്റായിട്ട് മാറും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെയൊക്കെ ട്രൂ എന്നെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ആ ഓപ്പറേറ്ററിലേക്കൊന്ന് നോക്കുക, അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും അവിടെ ഈസ് നോട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഓപ്പറേറ്റർ പ്രിസിഡൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നോക്കാം. അതായത് നമ്മളിപ്പോൾ ചില എക്സ്പ്രഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പല ഓപ്പറേറ്റേഴ്സിൻ്റെയും കോമ്പിനേഷനാണ് വരിക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ടൈപ്പിലുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡിസ്കസ് ചെയ്തു.
പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും ഓപ്പറേറ്റേഴ്സ് ചിലപ്പോൾ പലപ്പോഴും പലതും കോമ്പിനേഷൻസ് ആയിട്ടൊക്കെ വരുമ്പോൾ ഏതിനാണ് പ്രസിഡൻസ്, ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ക്രൂഷ്യൽ കാര്യം. സോ അതാണ് ഇവിടെ നമ്മൾ ഈ പ്രസിഡൻസിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ദ ഓർഡർ ഇൻ വിച്ച് ദ ഓപ്പറേറ്റേഴ്സ് ആർ എക്സാമിൻ ഈസ് ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് സിൻസ് ഇറ്റ് ടെൽ us വിച്ച് ഓപ്പറേറ്റർ നീഡ് ടു ബി കൺസിഡേർഡ് ഫസ്റ്റ്. ഏത് ഓപ്പറേറ്ററിനെയാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടേബിളിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓപ്പറേറ്റർ എന്താണ് കണ്ടോ, ഇതിൻ്റെ പേരാണ് നമ്മൾ എക്സ്പോണൻ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഈ എക്സ്പോണൻ്റ് ഓപ്പറേറ്ററിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓവറാൾ അതർ ഓപ്പറേറ്റേഴ്സ് എംപ്ലോയിഡ് ഇൻ ദ എക്സ്പ്രഷൻ ദ എക്സ്പോണൻ്റ് ഓപ്പറേറ്റർ ഇസ് ഗിവൺ പ്രിസിഡൻസ്. എല്ലാ ഓപ്പറേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴും എക്സ്പോണൻറ്റിനാണ് പ്രിസിഡൻസ് ഫസ്റ്റ് വരുന്നത്, പ്രയോറിറ്റി വരുന്നത്. പിന്നെ വരുന്നത് മൈനസ്, യൂണറി, പ്ലസ്, നെഗേഷൻ എന്നുള്ള ഓപ്പറേറ്റേഴ്സിനാണ്. അതിന് ശേഷം വരുന്ന പ്രയോറിറ്റി ഡിവിഷൻ ഓഫ് ദ ഫ്ലോർ, മോഡുലസ്, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, അതിനൊക്കെയാണ് പിന്നെ പ്രിസിഡൻസ് വരുന്നത്, അതായത് പ്രയോറിറ്റി വരുന്നത്. പിന്നെ വരുന്നത് ബൈനറി, പ്ലസ് ആൻഡ് മൈനസ്. അതായത് ഇതൊരു ഓർഡർ ആട്ടോ, നിങ്ങളത് മനസ്സിലാക്കണം. ഒരു ഹൈറാർക്കി ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് എക്സ്പോണൻറ്റിന് വരും, പിന്നെ നെഗേഷൻ വരും, അങ്ങനെ എങ്ങനെയാണ് ഓർഡർ വരിക എന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ സ്ഥാനം വരുന്നത് ബൈനറി പ്ലസിനും മൈനസിനുമാണ്. പിന്നെ ലെഫ്റ്റ് ഷിഫ്റ്റിനും റൈറ്റ് ഷിഫ്റ്റിനുമാണ്. അത് കഴിഞ്ഞിട്ടാണ് ബൈനറി ആൻഡിനൊക്കെ വരിക. അതും കഴിഞ്ഞിട്ടാണ് ബൈനറി എക്സോർ ആൻഡ് ഓർ വരിക. അതിനും ശേഷമാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നുള്ളതിനൊക്കെ വരിക. പിന്നെ വരുന്നത് ഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സാണ് പിന്നെ വരുന്ന പ്രിസിഡൻസ്. അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് ഇതിനൊക്കെ ഒരു പ്രയോറിറ്റിയിലേക്ക് സ്ഥാനം കൊടുക്കുന്നുള്ളൂ, ഈക്വാലിറ്റി ഓപ്പറേറ്റേഴ്സിന്. പിന്നെ വരുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ്. നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം ആർക്കാണ് പ്രയോറിറ്റി വരുന്നത്? ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സിനാണ്. അതിനുശേഷം മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ഇന്ന്, നോട്ട് ഇൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ലാസ്റ്റായിട്ടാണ് നമ്മളുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന് സ്ഥാനമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇപ്പോൾ നമുക്കിപ്പോൾ മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ എക്സ്പ്രഷൻസൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ. ഫസ്റ്റ് ഏതായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക, ഫസ്റ്റ് ഏതായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഓർഡറാണ് ഈ ടേബിളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഓപ്പറേറ്റർ പ്രിസിഡൻസിൻ്റെ കേസിൽ അധികം ലോജിക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സ്പ്രഷൻസൊക്കെ ചെയ്യുമ്പോൾ ഏതാണ് അതിൻ്റെ ഓർഡർ എന്നുള്ളത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്തായിരുന്നു? മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സാണ്. അതായത് ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന് പൈതൺ ഡാറ്റ സ്ട്രക്ചറിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടോ, അത് വെരിഫൈഡ് ആണോ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് വാല്യൂ ഡാറ്റ സ്ട്രക്ചറിനകത്ത് ഉണ്ടെങ്കിൽ ട്രൂ റിസൾട്ടായിട്ട് കിട്ടും, അതല്ലെങ്കിൽ ഫാൾസ് ആയിട്ടും കിട്ടും. രണ്ട് ഓപ്പറേറ്റേഴ്സാണുള്ളത്, ഒന്ന് ഇന്ന്, ഒന്ന് നോട്ട് ഇന്ന്. അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നതാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്, ഈസ് നോട്ട് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഓപ്പറൻസിൻ്റെയും റെഫറൻസുകൾ സെയിം ഒബ്ജക്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അതായത് ഐഡൻറ്റിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് ഓപ്പറേറ്റർ പ്രിസിഡൻസ് ആണ്. ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സൊക്കെ ഒരുമിച്ച് വരുന്ന എക്സ്പ്രഷൻസ് വരുമ്പോൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഓപ്പറേറ്റർ പ്രിസിഡൻസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ള കൺസെപ്റ്റുകൾ. എല്ലാവർക്കും കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.